ഹായ് മക്കളെ, ഫൈസൽ സാറാണ്. സോ മക്കളെ, തിങ്കളാഴ്ചയാണ് നിങ്ങൾക്ക് സോഷ്യൽ സയൻസിന്റെയും ബയോളജിയുടെയും എക്സാമിനേഷൻ വരുന്നത് അല്ലേ മിസ്സേ? കാരണം 2 എക്സാമും കൂടെ ഒരു ദിവസമാണ് വരാൻ പോകുന്നത്. പക്ഷെ കുട്ടികൾ ചിന്തിക്കുന്നുണ്ടാവും എന്ത്, ശനിയുണ്ട്, ഞായറുണ്ട്, സമയം കൂടുതലാണെന്നായിരിക്കും മിക്ക കുട്ടികളും ചിന്തിക്കുക. പക്ഷെ നമുക്കറിയാം അത് കഴിഞ്ഞ് പിറ്റേ ദിവസം എന്ത് വരുന്നുണ്ട്, ഫിസിക്സും കെമിസ്ട്രിയും വരുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം ഒന്ന് നോക്കി പോവാൻ നമുക്ക് വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് വളരെ കാര്യമായിട്ട് ചിന്തിച്ച് തന്നെ നിങ്ങൾ പഠിക്കുന്നത്. ഇപ്പം സോഷ്യലിന്റെയും ബയോളജിന്റെയും കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ പ്രത്യേകമായിട്ട് അതിന്റെ വെയിറ്റേജ് കണക്ക് മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ് അല്ലെ? സോഷ്യലിന്റെ നമ്മുടെ സോഷ്യലിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ മക്കൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 80 മാർക്കിന്റെ ചോദ്യങ്ങളായിരിക്കും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരിക്കുക. ഇതിൽ നിങ്ങൾക്ക് 8 ചാപ്റ്ററുകൾ നമ്മുടെ സെക്കൻഡ് ടേമിന്റെ ഭാഗത്ത് തന്നെ പഠിക്കാനുണ്ട്. 8 ചാപ്റ്ററുകളാണ്. അതേസമയം ഈ കൊല്ലത്തെ എക്സാമിനേഷന്റെ പാറ്റേൺ നമ്മളെല്ലാവരും അതിന്റെ ഒരു വെറൈറ്റി മനസ്സിലാക്കിയ ആളുകളാണ്. ഫസ്റ്റ് ടേമിൽ നിന്ന് ഏകദേശം 20% ക്വസ്റ്റ്യനുകൾ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ ഒരുപാട് ചാപ്റ്ററുകൾ നമ്മുടെ മുമ്പിൽ എന്ത് ചെയ്യുന്നുണ്ട്, കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. മക്കൾ അപ്പോൾ ആലോചിക്കും, സാറേ ഞങ്ങൾ ഈ കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ ഇതെങ്ങനെ പഠിക്കും, പഠിച്ച കാര്യങ്ങൾ ഞങ്ങൾ മറന്നു പോകില്ലേ? അതിനുള്ള ഒരു ഐഡിയ ആണ് ഞാൻ പറയാൻ പോകുന്നത്. പഠിച്ച കാര്യങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ ഒരു ഷോർട്ടായിട്ട് ഒരു നോട്ട് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ചെറിയൊരു നോട്ട്ബുക്കോ അല്ലാതെ ഒരു പേപ്പറോ എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിനെ മാക്സിമം പ്രിസൈസ് ചെയ്തിട്ട് നിങ്ങളിപ്പോൾ സൈലത്തിൻ്റെ ക്ലാസ്സുകൾ കാണുന്നുണ്ടാവും, നിങ്ങൾക്ക് അറിയാത്ത ഡൗട്ടുള്ള ഭാഗങ്ങൾ കാണുന്നുണ്ടാവും. ഇതിൻ്റെ എല്ലാം മാക്സിമം ഷോർട്ടായിട്ടുള്ള ഭാഗങ്ങൾ നിങ്ങൾ തന്നെ എഴുതിയെടുക്കുക. നിങ്ങളുടെ മുമ്പിൽ 2 ദിവസങ്ങളാണുള്ളത്. അതിൽ നിങ്ങൾ എപ്പോഴൊക്കെ ക്ലാസ്സുകൾ കാണുന്നുണ്ടോ, എപ്പോഴൊക്കെ പഠിക്കുന്നുണ്ടോ, ഈ സമയത്തെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെ എഴുതിയെടുക്കുക. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും, പരീക്ഷയുടെ തലേ ദിവസം അത് ഈസി ആയിട്ട് റിക്കവർ ചെയ്തിട്ട് പഠിച്ചെടുക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. ബയോളജി കാര്യം എങ്ങനെയാണ്? അതെ, സോഷ്യലും ബയോളജിയും ഏകദേശം ഒരേപോലെ തന്നെ പഠിക്കുന്ന കാര്യത്തിൽ സെയിം ആണ്. ബയോളജിയും ഇതേപോലെ തന്നെ നമുക്കറിയാം കുറേ ടേംസുകൾ, ഡിസീസസ് പഠിക്കാനുണ്ട്, അതിനെ പാത്തജൻ പഠിക്കാനുണ്ട്, അതെങ്ങനെ പ്രിവെന്റ് ചെയ്യാൻ പഠിക്കാനുണ്ട്. ചിത്രങ്ങളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം മിക്ക എല്ലാ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിലും ഈ 4 മാർക്ക് 3 മാർക്കിനൊക്കെ ചിത്രം തന്നിട്ട് അത് ലേബൽ ചെയ്യാനാണ്. അപ്പം അത് എടുത്ത് വരയ്ക്കാനും അത് ലേബൽ ചെയ്ത് നിങ്ങൾ സ്പെസിഫിക് ആയിട്ട് വരച്ച് തന്നെ പഠിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് എളുപ്പമാവുള്ളൂ. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഓർ ക്വസ്റ്റ്യൻ ഒന്ന് തന്നെ മിക്കപ്പോഴും ഈ മുന്നത്തെ ഫസ്റ്റ് ടേമിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പോൾ നമുക്ക് ചൂസ് ചെയ്യാം, എന്നാൽ കൂടെ നമുക്ക് കൺഫ്യൂഷൻ വരും, ഏത് എഴുതിയാലാണ് എനിക്കൊന്ന് ഫുൾ ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുക. പക്ഷേ എനിക്ക് തോന്നുന്നു ഇവരെന്താണ് ഫസ്റ്റ് ടൈമിൽ നിന്ന് നിങ്ങൾ പഠിക്കേണ്ട ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മളെ മെയിൻ എക്സാമിനേഷൻ SLC എക്സാമിനേഷനിലെല്ലാം സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങളാണ് റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം എക്സാമിനേഷന്റെ ഭാഗമായിട്ട് സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്ത് ചെയ്യുന്നത് കാണുന്നത്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അതിന് ഒന്നും കൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് ഈ ഒരു ചാപ്റ്റർ മുഴുവനായിട്ട് നിങ്ങൾ എല്ലാ ചാപ്റ്ററും കൂടെ മുഴുവനായിട്ട് പഠിക്കുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ആ ഒരു ഭാഗത്തെ നമ്മൾ എന്ത് ചെയ്യുക, എന്തായാലും ഫസ്റ്റ് ടൈമിലെ ഭാഗം നിങ്ങളൊന്ന് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. നിർബന്ധമായിട്ട് ഒരു പ്രാവശ്യമെങ്കിലും വായിച്ചിരിക്കണം. സെക്കൻഡ് ടൈം പിന്നെ പഠിക്കണോ പഠിക്കണ്ടെന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. ബയോളജിന്റെ കേസാണെങ്കിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ചാപ്റ്ററാണ് 4ഉം 5ഉം. അതാണെങ്കിൽ കുറേ പിക്ചേഴ്സ്, കാര്യങ്ങൾ, അതിന്റെ പ്രോസസ്സ് ഒക്കെ പഠിക്കാനുണ്ട്. അത് നിങ്ങൾ എന്തായാലും ഒരു സോഷ്യൽ പഠിക്കുന്ന പോലെ തന്നെയാണ് ബയോളജി നമ്മൾ പഠിക്കുമ്പോൾ ചെറിയ നോട്ട്സ് വെച്ച് ചെറിയ നമ്മൾ ലൈവ് എടുക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ പറയുന്നതിന് കൂടെ തന്നെ ഒന്ന് പോയിന്റ്സ് ജസ്റ്റ് മാർക്ക് ചെയ്താൽ മതി. കാരണം ആ പോയിന്റ് ക്ലാരിറ്റി ഇല്ലേ കൂടെ ചിലപ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് എന്ത് ചെയ്യും, അത് ഫീഡ് ചെയ്ത് വെക്കും. അപ്പൊ നിങ്ങൾ എക്സാമിന്റെ ടൈമിലേക്ക് ആകുമ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കാനും കാര്യങ്ങളും. നമുക്ക് ഇവർക്ക് ഇതിനിടയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത്, നമുക്ക് നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് വരുന്ന, ഏറ്റവും ബുദ്ധിമുട്ടായിട്ട് വരുന്ന ക്ലാസ്സുകളുടെ അല്ലെങ്കിൽ ഭാഗങ്ങളുടെ എല്ലാം പോർഷനുകൾ എന്ത് ചെയ്യും, നമ്മൾ കോണ്ടന്റ് വീഡിയോകളായിട്ടും അതുപോലെ തന്നെ ഷോർട്ടുകളായിട്ടും നമ്മൾ ചെയ്തു കൊടുക്കാം. ഞാനുണ്ട്, അതുപോലെ തന്നെ പ്രിറ്റി മാം ഉണ്ട്, അതുപോലെ നമ്മൾ എന്ത് ചെയ്യാണ് മറ്റെല്ലാ ടീച്ചേഴ്സ്, അമീൻ സാറുണ്ട്, ജിതിൻ സാറുണ്ട്, എല്ലാ ടീച്ചേഴ്സുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ എല്ലാം കൊളാബ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വെൽ പ്ലാൻഡ് നമ്മൾ ചെയ്തിട്ടാണ് നമ്മൾ ഇപ്പം ചെയ്തിട്ട് മുകളിലേക്ക് ഇവിടെ സ്റ്റുഡിയോയിലേക്ക് നിങ്ങളെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മൾ വെൽ പ്ലാൻ ചെയ്തിട്ട് ഓരോ ഭാഗങ്ങൾ, ഓരോ ചാപ്റ്ററിൽ ഏതൊക്കെ ഭാഗങ്ങളാണ് പിള്ളേർക്ക് മക്കൾക്ക് ഏറ്റവും ടഫ് ആയിട്ടുള്ളത്, ആ ഭാഗത്ത് നിന്നുള്ള കോഡുകൾ സഹിതം ഒറ്റ വീഡിയോ കണ്ടാൽ തന്നെ ആ ചാപ്റ്ററിൽ മോസ്റ്റ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആയ കാര്യം പെട്ടെന്ന് പിടിക്കാൻ പറ്റും അല്ലേ? അപ്പൊ അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും, നമ്മുടെ മാരത്തോൺ ലൈവുകളിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഈസി ആയിരിക്കും. നിങ്ങൾക്ക് മാരത്തോൺ ലൈവുകൾ നമ്മൾ ക്വസ്റ്റ്യൻ കാണിക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ ആൻസർ പറയുമ്പോൾ, നിങ്ങൾ തന്നെ ആൻസറുകൾ കമന്റ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ബയോളജിയുടെ കേസ് നമ്മൾ എക്സാം എഴുതുമ്പോൾ മക്കളെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. A, B, C, D എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക.
അപ്പോൾ നിങ്ങൾ പ്രത്യേകമായിട്ട് ബയോളജിയുടെ കേസ് ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ നമ്പർ ലെഫ്റ്റ് സൈഡിൽ മാർജിൻ ഇപ്പുറത്തിട്ടിട്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ടുള്ള ABCD എന്നുള്ളത് വ്യക്തമായിട്ട് എഴുതണം. കാരണം അതൊന്നും മാറിപ്പോയാൽ മാർക്ക് പോകും. അത് കൂടെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സോഷ്യൽ സയൻസിന്റെ എക്സാമിനേഷൻ എങ്ങനെ എഴുതണം, എങ്ങനെ എഴുതിയാലാണ് ടീച്ചേഴ്സ് നിങ്ങൾക്ക് മാർക്ക് തരും. സോഷ്യൽ സയൻസ് മാത്രമല്ല എല്ലാ സബ്ജക്റ്റുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന് താഴെ തന്നെ അതിൻ്റെ എന്ത് ചെയ്യാം, അതിൻ്റെ ലിങ്ക് ഞാൻ പിൻ ചെയ്യാൻ നിങ്ങൾ കൂടെ പറയുകയും ചെയ്യാം. നിങ്ങൾ നിർബന്ധമായിട്ടും ആ ഒരു വീഡിയോ കൂടെ കാണണം. കാരണം നമുക്ക് എന്ത് ചെയ്യാണ്, ഒരു എസ്സേ എഴുതുന്ന സമയത്ത്, ഒരു ഷോർട്ട് ആൻസർ എഴുതുന്ന സമയത്ത് എങ്ങനെ എഴുതണം, അത് എഴുതുന്ന മെത്തേഡിന് നമ്മളിപ്പോൾ ഒരുപാട് ദിവസങ്ങളായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കുന്നതാണ്. അതൊരു 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2.5 മണിക്കൂർ പേപ്പറിലേക്ക് പകർത്തി വെക്കുന്നതിനാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്നത്, സ്കിൽ എന്ന് പറയുന്നത്. ആ സ്കില്ല് മക്കൾ എന്ത് ചെയ്യണം, പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്, ആരും തന്നെ പേടിക്കേണ്ടതില്ല. സോ നന്നായിട്ട് പഠിക്കുക, ഉഷാറായിട്ട് പഠിക്കുക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഞങ്ങൾ ഇവിടെ പഠിപ്പിക്കാനും തയ്യാറാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. സോ താങ്ക് യു. സ്ട്രാറ്റജി ആയിട്ട് പഠിക്കുക.